കരേ ഇന്ന് ഞാനൊരു ചിക്കൻ ഡിഷാട്ടോ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ചിക്കൻ എടുത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് അതിനകത്തേക്ക് ജീരകം, പെരിഞ്ജീരകം, കടുക്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് മസ്റ്റായിട്ട് ആഡ് ചെയ്യണേ. തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ആഡ് ചെയ്യണം. അത് നന്നായിട്ടൊന്ന് വഴറ്റി സെറ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുനുകുനാന്ന് അരിഞ്ഞ് വെച്ച സവാള ആഡ് ചെയ്യുക. അത് വഴന്ന് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ചേർക്കുക. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. അതിനുശേഷം തക്കാളി ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്ത് എല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഇട്ടിട്ടുള്ളത് കൊണ്ട് അതനുസരിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ നന്നായിട്ട് ഈ മസാലയുമായി യോജിച്ച് വരുമ്പോൾ നന്നായിട്ട് യോജിപ്പിക്കുക. നമ്മൾ ചുവട് കട്ടിയുള്ള പാത്രം വന്നിട്ട് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെള്ളം അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ അടി പിടിക്കും. പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് നാരങ്ങാനീര് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മാത്രം വെള്ളം ആഡ് ചെയ്യുക. നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇതെൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അമ്മ അവിടെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു വാഴയില മുറിച്ച് വയ്ക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് അടപ്പിട്ട് അടയ്ക്കുക. അപ്പോൾ നമ്മൾ ആ ചിക്കൻ്റെ ആ ഒരു ആവിയും വാഴയിലയുടെ ആ ഒരു മണവും സ്വാദും എല്ലാം കൂടി അതിനകത്തേക്ക് ഇറങ്ങും. നിങ്ങൾക്ക് നാടൻ ചിക്കൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നാടൻ ചിക്കൻ ഉപയോഗിച്ചാൽ നല്ല രുചിയായിരിക്കും. ഞാനിപ്പോൾ നാടനല്ല ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത് വാങ്ങി ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് വലിഞ്ഞ് കഴിയുമ്പോൾ വാഴയില എടുത്ത് മാറ്റുക. കണ്ടില്ലേ എന്ത് സ്വാദായിരിക്കും. എനിക്കിപ്പോൾ തന്നെ കണ്ടിട്ട് വായിൽ വെള്ളം വരുന്നു. നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കഴിക്കാം, വെള്ളയപ്പം, ഇടിയപ്പം, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. കറിവേപ്പില നന്നായിട്ട് ഇട്ട് കൊടുക്കണം. കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനമായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്കൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അടിപൊളിയായിരിക്കും. എൻ്റെ അമ്മയുടെ അടിപൊളി ഒരു ഡിഷാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണേ. താങ്ക് യു.